ഹലോ, ഗുഡ് മോർണിംഗ്. ഈ സെക്ഷനിൽ നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസ് കണ്ടിന്യൂ ചെയ്യാണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് ഫങ്ഷൻസ്. എന്തിനാണ് ഫങ്ഷൻസിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസ് പറയാൻ ഒരു സെപ്പറേറ്റ് സെക്ഷൻ? അതറിയണമെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് v1, v2, v3 എക്സെട്ര vn വെക്ടേഴ്സിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യുന്നത്? c1 v1 plus c2 v2 plus etc plus cn vn is equal to 0 സോൾവ് ചെയ്യും. If c1 equal to c2 equal to etc cn is equal to 0 then linearly independent, otherwise linearly dependent. ഈ ഒരു റിസൾട്ട് നമുക്ക് ഈ ഫങ്ഷൻസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യനിൽ ഇതവിടെ കേട്ടോ, ചെക്ക് വെദർ അല്ലെങ്കിൽ ഇവിടെ ആവട്ടെ, ചെക്ക് വെദർ ദ ഫങ്ഷൻസ് 1 e raised to x e raised to 2x is linearly independent or linearly dependent. എങ്ങനെ നമ്മൾ ചെയ്യുക? c1 into e1 f1 c1 into 1 plus c2 into e raised to x plus c3 into e raised to 2x is equal to 0. അപ്പോൾ c1 plus c2 e raised to x plus c3 e raised to 2x is equal to 0. നമുക്ക് പഴയ പോലെ മെട്രിക്സ് ഫോമിലേക്ക് ഒന്നും പോകാൻ കഴിയില്ല, അവിടെ നമ്മൾ സ്റ്റക്ക് ആവും. അപ്പോൾ ഈ ഫങ്ഷൻസിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യാൻ നമുക്ക് പുതിയൊരു ടൂൾ ഉണ്ട്. ആ ടൂൾ എന്താണ്? റോൺസ്കിൻ ആണ്. അപ്പോൾ റോൺസ്കിൻ ആദ്യം ഡിഫൈൻ ചെയ്യാം. റോൺസ്കിൻ ഓഫ് ഫങ്ഷൻസ്, റോൺസ്കിൻ നമ്മൾ w എന്ന നൊട്ടേഷൻ കൊടുക്കുക. റോൺസ്കിൻ ഓഫ് ഫങ്ഷൻസ് f1 ആൻഡ് f2 ഈസ് ഡിഫൈൻഡ് ബൈ, ഇതൊരു ഡിറ്റർമിനൻ്റാണ്, ഡിറ്റർമിനൻ്റ് f1 f2 f1 ഡാഷ് f2 ഡാഷ്. ഇതാണ് ഡെഫിനേഷൻ. ഡിറ്റർമിനൻ്റാ, റോൺസ്കിൻ നമ്പർ ഡിറ്റർമിനൻ്റാ, 2/2 ഡിറ്റർമിനൻ്റാ. രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ ഫസ്റ്റ് റോയിൽ f1ഉം f2ഉം, സെക്കൻഡ് റോയിൽ അവരുടെ ഡെറിവേറ്റീവ്സ്. 3 ഫങ്ഷൻസ് ആണെങ്കിലോ f1 f2 f3 എന്നാണെങ്കിലോ റോൺസ്കിൻ ഡെഫിനേഷൻ ഡിറ്റർമിനൻ്റ്, അതൊരു 3/3 ഡിറ്റർമിനൻ്റ് ആയിരിക്കും. എങ്ങനെയാ വരിക? f1 f2 f3 f1 ഡാഷ് f2 ഡാഷ് f3 ഡാഷ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. f1 ഡബിൾ ഡാഷ് f2 ഡബിൾ ഡാഷ് f3 ഡബിൾ ഡാഷ്. അപ്പോൾ അത് ടോയ്സ് ഡിഫറൻഷ്യൽ ആണ് ഫങ്ഷൻസ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ റോൺസ്കിൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഫങ്ഷൻസിൻ്റെ LI ആണോ LD ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കാം. അതിന് നമുക്ക് റിസൾട്ട് ഉണ്ട്. If the Wronskian of f1 f2 f3 etc fn is not identically 0, അല്ലെങ്കിൽ then they are linearly independent. Wronskian not identically 0. ഐഡൻറ്റിക്കലി 0 എന്ന് ഉദ്ദേശം എന്താ? എക്സിന് ഏത് വാല്യൂ കൊടുത്താലും 0 കൊടുക്കുമ്പോഴാണ് ഐഡൻറ്റിക്കലി 0 ആവുക. നോട്ട് ഐഡൻറ്റിക്കലി 0 ആണെങ്കിൽ, റോൺസ്കിൻ നോട്ട് ഐഡൻറ്റിക്കലി 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അത് നോക്കിയാൽ മതി, റോൺസ്കിൻ എന്നത് 0 ആണോ അല്ലയോ നോക്കിയാൽ മതി. ക്വസ്റ്റിലേക്ക് പോകാം. യൂസ് റോൺസ്കിൻ ടു ഷോ ദാറ്റ് ദീസ് ടു ഫങ്ഷൻസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമുക്ക് റോൺസ്കിൻ കണ്ടുനോക്കാം. സോ റോൺസ്കിൻ ഓഫ് ഏതൊക്കെയാണ് ഫങ്ഷൻസ് എക്സും സൈൻ എക്സും ആണ്. രണ്ട് ഫങ്ഷൻസേ ഉള്ളൂ. അപ്പോൾ 2/2 ഡിറ്റർമിനൻ്റ് വരിക. ഫസ്റ്റ് റോയിൽ ഫങ്ഷൻസ് തന്നെ എക്സും സൈൻ എക്സും, സെക്കൻഡ് റോയിൽ അതിൻ്റെ ഡെറിവേറ്റീവ് വരിക. എക്സ് ഡെറിവേറ്റീവ് 1, സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ്. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുനോക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്നുണ്ടാവും. ഇതെല്ലാം ഇപ്പോഴും 0 ആണോ? അല്ല, ചിലപ്പോഴൊക്കെ 0 ആവും. ഐഡൻറ്റിക്കലി 0 എല്ലായ്പ്പോഴും 0 ആവണം. നമുക്ക് എക്സിനെ കുറച്ച് വാല്യൂസ് കൊടുത്ത് നോക്കാം. എക്സിന് π/2 എടുത്ത് നോക്കിയാൽ, എക്സിന് π/2 എടുത്താൽ കോസ് π/2 ഈ ടേം 0 ഇവിടെ മൈനസ് സൈൻ π/2 -1 നോട്ട് ഈക്വൽ ടു 0 ഉണ്ടാവും. സോ റോൺസ്കിൻ അറ്റ് π/2 ഈസ് -1 നോട്ട് ഈക്വൽ ടു 0. നോൺ 0 ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ആ റിസൾട്ട് പഠിക്കുമ്പോൾ ഓർക്കണേ, നേരത്തെ c1 c2 c3 എക്സെട്ര cn എല്ലാം 0 ആകുമ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക. ഇവിടെ റോൺസ്കിൻ നോട്ട് ഐഡൻറ്റിക്കലി 0 ആകുമ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
three functions. So Wronskian of 1 e raised to x, e raised to 2x. This is equal to determinant. Determinant 1 e raised to x, e raised to 2x. Derivative 1 derivative 0, e raised to x, e raised to 2x into 2. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡബിൾ ഡാഷ് 0 e raised to x, 4 e raised to 2x. എക്സ്പാൻഡ് ചെയ്യാം. ഈ ഫസ്റ്റ് കോളത്തിലൂടെ എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പം, കാരണം രണ്ടെണ്ണം 0 ആണ്. സോ ദിസ് ഈക്വൽ ടു 4 times e raised to 3x and multiply ചെയ്യുമ്പം e raised to 2x ഉം e raised to 2x e raised to 3x ആവും. മൈനസ് 2 times e raised to 3x ഉണ്ടാവും. That is equal to e raised to 3x. അല്ലേ? e raised to 3x not identically 0 ആണ്. Not identically 0 ആണ്. So the vectors are linearly independent. ഓക്കെ അല്ലേ? ഇതുപോലെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ചെയ്ത് നോക്കാം.